അങ്ങനെ നീണ്ട 50 ദിവസത്തിന് ശേഷം വീണ്ടും സ്കൂൾ തുറക്കുകയാണ്. ഇവളിപ്പോൾ ആദ്യമായിട്ടല്ല ക്ലാസ്സിലേക്ക് പോകുന്നത്. ഇവരുടെ അക്കാഡമിക് സെഷൻ ഏപ്രിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നോർത്തിലൊക്കെ ഏപ്രിൽ തന്നെ നമ്മുടെ അടുത്ത സെഷൻ തുടങ്ങും. കഴിഞ്ഞ അക്കാഡമിക് ഇയറിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തേക്ക് ഒരു ഇടവേള കഴിഞ്ഞിട്ട് വീണ്ടും പുതിയ സെഷൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ സമ്മർ വെക്കേഷൻ തുടങ്ങുന്നത്. ഏകദേശം ഒരു ജൂണിലാണ് സമ്മർ വെക്കേഷൻ തുടങ്ങുന്നത്. മെയ് ജൂൺ അവധിയായിരിക്കും. ജൂലൈയിലായിരിക്കും ക്ലാസ് തുടങ്ങുന്നത്. അത് ഓരോ സ്ഥലത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സ്ഥലത്ത് മെയ്യിൽ ഫസ്റ്റ് തന്നെ ലീവായിട്ട്, ഏപ്രിൽ 30 തന്നെ ലീവായിട്ട് ജൂൺ 30 മുന്നേ സ്കൂൾ തുറക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അത് ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ് നോർത്തിൽ തുറക്കുന്നത്. ചൂടിനനുസരിച്ചൊക്കെയാണ് തുറക്കുന്നത്. അതുപോലെ തന്നെ വിൻ്ററിനും നമുക്ക് കുറച്ച് ദിവസം അവധി കിട്ടും. പീക്കൊക്കെ ആകുമ്പം കുറച്ച് ദിവസം അവധി കിട്ടും. അത് ഡൽഹിയിലൊക്കെ അങ്ങനെയാണ്. ഓരോ സ്ഥലത്തും വ്യത്യാസമാണ്. അങ്ങനെ പഴയ ഓർമ്മകളിലൂടെയൊക്കെ നമ്മളും ഇങ്ങനെ കടന്നു പോകുമല്ലോ ഈ ഒരു സമയത്ത്. ഷൂസ്, ബാഗ് ഒക്കെ പുതിയത് വാങ്ങിക്കുമ്പോഴും നമ്മൾ ഓരോ സാധനങ്ങൾ നാളത്തേക്ക് എടുത്ത് വെക്കേണ്ടതൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ കൊച്ചുനാളിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് പെട്ടെന്നൊരു മിന്നൽ പോലെ നമ്മുടെ മനസ്സിൽ കൂടെയും പോകുമല്ലേ. അന്നത്തെ നമ്മുടെ അമ്മമാരുടെയും മനസ്സിൽ ഇങ്ങനെ തന്നെ ആയിരുന്നായിരിക്കണം. എന്തായാലും ആ കാലങ്ങൾ വളരെയധികം മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒത്തിരി. എപ്പോഴും നമുക്ക് കുട്ടികളായിട്ടിരിക്കാനാണല്ലോ ഇഷ്ടം. കുട്ടികളായിട്ടിരിക്കുമ്പോൾ വലുതാവാനായിരിക്കും ഇഷ്ടം. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അന്നത്തെ കൂട്ട് ഒന്നും അറിയാതെ അമ്മയുടെ കൈയും പിടിച്ച് അല്ലെങ്കിൽ അച്ഛൻ്റെ കൈയും പിടിച്ച് അവരുടെ കൂട്ടത്തിലുള്ള ആ ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും തമ്മിൽ നോക്കുമ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് നമുക്ക് അങ്ങോട്ട് തന്നെ പോകാനായിരിക്കും ഇഷ്ടം അല്ലേ. ഒന്നും അറിയണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതം അതങ്ങനെയാണല്ലോ അല്ലേ. നമ്മുടെ ഇപ്പോഴത്തെ റോള് അങ്ങോട്ട് ഭംഗിയായിട്ട് ചെയ്യുക. തലേന്ന് തന്നെ അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ച് പെറുക്കി, ബാഗ് വെക്കേണ്ടതൊക്കെ ബാഗ് വെച്ച്, യൂണിഫോമൊക്കെ എടുത്ത് വെക്കേണ്ടതൊക്കെ വെച്ച് എല്ലാം അവളുടെ തന്നെ എക്സൈറ്റ്മെൻറ്റിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു 2 ദിവസത്തെ ആവശ്യത്തിന് തന്നെ ചെയ്യും. പിന്നെ കഴിയുമ്പോൾ അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരും. പക്ഷെ അവൾക്കെല്ലാം ചെയ്യാനായിട്ട് അറിയാം. അപ്പം രാവിലെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് തന്നെ വിടാനുള്ള പരിപാടിയിലാണ്. ഇവർക്ക് 7:30 ആകുമ്പോഴത്തേക്ക് സ്കൂൾ ബസ് വരും. അപ്പോഴത്തേക്ക് നമുക്കിതെല്ലാം സെറ്റാക്കണം. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്നത് നമ്മൾ ഫ്രീ ആയിട്ട് ഇന്ന് ചെയ്യാനായിട്ടുള്ളൊരു ഇതില്ല. ഞാൻ എഴുന്നേൽക്കുമ്പോൾ അവനും കൂടെ തന്നെ എഴുന്നേറ്റ് വരും. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അവനും എഴുന്നേറ്റ് വരും. എനിക്ക് യൂട്യൂബിൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ എടുത്ത് കുറേ ക്ലിപ്സൊക്കെ ആഡ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നും നടക്കാറില്ല. അവൻ എൻ്റെ കാലിൻ്റെ കീഴിൽ നിന്ന് മാറത്തതേ ഇല്ല. അമ്മ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റാത്ത രീതിയിൽ എന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നത്? അതെൻ്റെ ഒരു ആഗ്രഹമാണ്. എനിക്കും യൂട്യൂബിലൊന്ന് സക്സസ് ആവണമെന്ന് ചെറിയൊരാഗ്രഹം. നേരത്തെ ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിങ്ങനെ മേലോട്ട് കയറി വരാത്തത് കൊണ്ട് എന്തോ മാനസികമായിട്ട് വേണ്ട, ഇത് നിർത്തിയേക്കാം എന്നുള്ള രീതിയിൽ കുറേ പ്രാവശ്യം നിർത്തും, അങ്ങനെയൊക്കെ വെച്ച് കുറേ ലാഗായിട്ട് നിന്നിട്ട് ഇപ്പോൾ എവിടെ നിന്നൊക്കെയോ ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും നല്ല കണ്ടൻറ്റ് കൊടുക്കുക, ആൾക്കാരെ എൻജോയ് ചെയ്യിപ്പിക്കുക, എൻ്റർടൈൻ ചെയ്യിക്കുക, ആൾക്കാർക്ക് ബോറടിക്കാതിരിക്കുക, അതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ചെറിയ പ്ലാൻ. ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ രാവിലെ ഏട്ടൻ്റെ ഗ്രീൻ ടീ ആണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അവിടെ ചൂടുവെള്ളത്തിൽ ടീ ബാഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് അത് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇന്ന് കൊണ്ടുപോകാൻ ഇഡലിയും പുലാവുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇഡലി രാവിലത്തേക്കും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടും കൊടുത്തു വിടുന്നുണ്ട്. അതുപോലെ തന്നെ പുലാവാണ് ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ അകത്ത് പോകും. നമ്മുടെ ചോറാണെങ്കിൽ ആ കറിയൊന്നും അവൾ കൂട്ടത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ പുലാവ്, റൈസൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് വെജിറ്റബിൾസും പ്രോട്ടീനും ഒക്കെ കിട്ടും. ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ പാക്ക് ചെയ്യുന്നതും അവളെ സ്കൂളിലോട്ട് ബസ് കയറ്റി വിടുന്നതും ഒക്കെ ഉള്ള വീഡിയോ എടുക്കണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും അപ്പോൾ പറ്റിയില്ല. ഒരു ധൃതിയായിരുന്നു. കുഞ്ഞിൻ്റെ നിർബന്ധവും അവളെ വിടുന്ന തിരക്കും ഏട്ടൻ പോകുന്നതിൻ്റെ തിരക്കും എല്ലാം കൂടെ ഒരു ആകെപ്പാടെ കലവിലയായിരുന്നു. അപ്പം അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അവനെ ഉറക്കിയതിന് ശേഷമുള്ള വീഡിയോ ആണ്. കാരണം പിടിച്ചിട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീഴുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തില്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ മാക്സിമം ജോലി പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ എ എന്ന് പറയുന്നത്. കുളിയും ജപവും നനയൊക്കെ ഒന്നുകിൽ രാവിലെ ആക്കും, അല്ലെങ്കിൽ ഏട്ടൻ വന്നതിന് ശേഷമേ ഉള്ളൂ. അവനിങ്ങനെ നുഴഞ്ഞ് ഇറങ്ങുകയും ഒക്കെയാണ് ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാ കാര്യങ്ങളും എപ്പോഴും പ്രാക്ടിക്കലായിട്ട് വരത്തില്ല. അവൻ്റെയും കൂടെ സമയം അനുസരിച്ചിട്ടാണ് എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് അവളെ വിളിക്കാൻ പോകാൻ സമയം പെട്ടെന്ന് ഓടിപ്പോകുന്നത് പോലെ തന്നെ തോന്നി. പെട്ടെന്ന് തന്നെ 2:30 അപ്പോഴത്തേക്ക് അവൾ വന്നു. അവളെ വിളിക്കാൻ പോകാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. പോയപ്പോൾ നല്ല വിഷമത്തോടെയാണ് അവൾ പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ നല്ല ഹാപ്പിയാണ് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടതിൽ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.